ഇരിക്കുകയാണ്. നമ്മളുടെ ഒരു മഹാഭാഗ്യമായി ശ്രീ സുരേന്ദ്രൻജിയുടെ സ്ഥാനാർത്ഥിത്വം നമ്മൾ കണക്കാക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ശ്രീ സുരേന്ദ്രൻജിയെ ആർദ്രമായി എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. മണ്ഡലം അധ്യക്ഷന് ഈ പരിപാടിയിൽ ഉദ്ഘാടന ഭാഷണം നടത്തുവാൻ വേണ്ടി സംസ്ഥാന അധ്യക്ഷനും നമ്മുടെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻജിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രമുഖരായിട്ടുള്ള നേതാക്കൾക്കും ഇവിടെ സന്നിഹിതരായിട്ടുള്ള അമ്മമാർക്കും സഹോദരിമാർക്കും കൊച്ചുകുട്ടികൾക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കുടുംബ സംഗമത്തിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. നിർണായകമായ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നമ്മുടെ രാജ്യം നേരിടുകയാണ്. 2024 നമ്മുടെ പ്രിയങ്കരനായ നരേന്ദ്രമോദി സർക്കാരിനെ തകർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ സർക്കാർ ഇവിടെ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കാത്ത വിദേശ ശക്തികളുമായിട്ട് ചേർന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെ തകർക്കുന്ന ആ ശക്തികളെല്ലാം ഇവിടെയാണുള്ളത്. നിങ്ങൾ എവിടെ നോക്കിയാലും, അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നോക്കിയാലും, അവിടെയെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ജനങ്ങളാണ്. രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും കോൺഗ്രസിൽ നിന്നും അതുപോലെ എല്ലാ പാർട്ടികളിൽ നിന്നും ദേശസ്നേഹികളായിട്ടുള്ള ആളുകൾ രാജിവെച്ച് BJP ചേരുകയാണ്. നമ്മുടെ കേരളത്തിൽ മാത്രം ഇവിടുത്തെ ഒരുപറ്റം ആളുകൾ മതത്തിൻ്റെ പേരിൽ മറ്റ് വിനാശകരമായിട്ടുള്ള രാജ്യദ്രോഹ നിലപാടുകളുടെ പേരിൽ മോദി ഒരിക്കലും വരരുത് എന്ന് വിചാരിച്ച് ഇവിടെ പ്രവർത്തിക്കുക. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും മുസ്ലിം ലീഗ് ആയാലും അവർക്കെല്ലാം ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: മോദിയെ ഇവിടുന്ന് താഴെ ഇറക്കണം. എന്തിനാണ് താഴെ ഇറക്കുന്നത്? മോദിയെ താഴെ ഇറക്കിയാൽ അവർക്ക് ഇവിടെ തീവ്രവാദം തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനകളെയൊക്കെ തുറന്നുവിടാൻ പറ്റും, പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നീക്കാൻ കഴിയും. കണ്ടില്ലേ നിങ്ങൾ, കർണാടകയിൽ കോൺഗ്രസ് ഗവൺമെന്റ് വന്നതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മദനിയെ അവിടെ നിന്ന് ഇറക്കി. കോൺഗ്രസ് തീവ്രവാദികളുടെ കൂടെയാണ്. നിങ്ങൾ നോക്കൂ, ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളുടെ 500 കൊല്ലത്തെ ആഗ്രഹമായിരുന്നു അയോധ്യയിൽ ഒരു രാമക്ഷേത്രം പണിയണമെന്ന്. നമ്മുടെ മാത്രം ആഗ്രഹമല്ല, BJPയുടെ മാത്രം ആഗ്രഹമല്ല, ഈ രാജ്യത്തെ 500 കൊല്ലം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അയോധ്യയിലെ പവിത്രമായിട്ടുള്ള ശ്രീരാമന്റെ ജന്മസ്ഥാനമായിട്ടുള്ള ക്ഷേത്രം തകർത്തപ്പോൾ അത് പുനഃസ്ഥാപിക്കണം, അവിടെ ഭവ്യമായിട്ടുള്ള ഒരു രാമക്ഷേത്രം ഉണ്ടാക്കണം. അതൊരു രാഷ്ട്രീയ ആവശ്യമേ അല്ല. BJPയും RSSും ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ എത്രയോ ആളുകൾ അതിനുവേണ്ടി വീരമൃത്യു മരിച്ചിട്ടുണ്ട്, ഇല്ലേ? നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടുണ്ട്. പവിത്രമായിട്ടുള്ള രാമക്ഷേത്രം തകർത്ത് അവിടെ ഒരു തർക്കമന്ദിരം കെട്ടുമ്പോൾ അതിനെതിരായിട്ട് അവിടെ പതിനായിരക്കണക്കിന് ആൾ മരിച്ചു വിടുന്നു. അവരുടെ തലമുറയുടെ ആഗ്രഹമായിരുന്നു അവിടെ ഒരു രാമക്ഷേത്രം കൊണ്ടുവരുന്നത്. ആ രാമക്ഷേത്രം തർക്കങ്ങളെല്ലാം തീർത്ത് കോടതിയെ ഇടപെട്ട് സുപ്രീം കോടതി വിധി പറഞ്ഞതാണ്. അതായത് രാമക്ഷേത്രം ആരും ബലം പ്രയോഗിച്ചുണ്ടാക്കിയതല്ല. നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി വിധി തീർപ്പ് കൽപ്പിച്ച് അവിടെ രാമക്ഷേത്രം പണിയാം, മുസ്ലിം സഹോദരന്മാർക്ക് തൊട്ടടുത്ത് അവരുടെ ആരാധനാലയം പണിയാം, അതിനുള്ള സ്ഥലം, അതിനുള്ള പണം എല്ലാം കൊടുത്തു. മുസ്ലിം സഹോദരന്മാർക്ക് വ്യക്തികളുടെ പേരിലുള്ള പള്ളികളില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. മുസ്ലിം സഹോദരന്മാരെ അവര് വ്യക്തിപൂജ നടത്തുന്നവരല്ല. ഈശ്വരന്റെ പേരിൽ എവിടെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അവരുടെ വിശ്വാസ പ്രമാണം അങ്ങനെയല്ല. അപ്പോൾ ബാബറിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്മാരകം, അതൊരു ആരാധനാലയമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പോലും മോദി സർക്കാർ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ഭവ്യമായിട്ടുള്ള ഒരു പള്ളി പണിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. 1-2 കൊല്ലം കഴിയുമ്പോൾ അവിടെയും വലിയ ഒരു സ്മാരകം ഉയർന്നു വരും. നോക്കൂ, നമ്മുടെ MP ആയിട്ടുള്ള രാഹുൽ ഗാന്ധി ഇന്നേ വരെ ആദ്യം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് വിളിച്ചു. മോദി ഉണ്ടെങ്കിൽ ഞാനില്ല, മോദി ഉണ്ടെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞാൽ വരാതിരിക്കാനുള്ള അടവാണ്. അദ്ദേഹം വന്നില്ല. അദ്ദേഹത്തിന്റെ നേതാക്കൾ ചിലർ പറഞ്ഞു വരുന്നു, ചില മുഖ്യമന്ത്രിമാർ പറഞ്ഞു ഞങ്ങൾ പോകും, രാമൻ ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. പക്ഷെ രാഹുൽ ഗാന്ധി പോയില്ല. രാഹുൽ ഗാന്ധിയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു എതിർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ,
ധൈര്യമുണ്ട്